ഇത് മോൻ്റെ റൂമിലെ ഷീറ്റാണ്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്, 250 രൂപ. ഇത് വെറുതെ തല വെച്ച് കിടക്കാനും മടിയിൽ വെച്ചുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വയ്ക്കാനൊക്കെ യൂസാക്കും. ഇതാണ് മാട്രസ് പ്രൊട്ടക്റ്റർ. ഇത് ക്വീൻ സൈസ്. ഇത് ഒരു 500 സംതിങ് ആണ് വന്നത്. ആക്ച്വലി റൗണ്ടഡ് എലാസ്റ്റിക്. ഇതിപ്പോൾ എലാസ്റ്റിക് റൗണ്ടഡാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് കയറിക്കോളും. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അങ്ങനെ അടിയിൽ കയറിക്കോളും. പിന്നെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സാധാരണ ബെഡ്ഷീറ്റ് വിരിക്കണ പോലെ വിരിച്ചിട്ട് അതങ്ങനെ ചുരുട്ടി അങ്ങനെ ചെയ്ത് കൊടുക്കണം. റൗണ്ടാണ് എലാസ്റ്റിക്കായിട്ട് വരിക. അത് നമ്മൾ അങ്ങറ്റം അറ്റം രണ്ടും കൂടെ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ സ്ക്വയർ ആയിക്കോളും, റെക്റ്റാങ്കുലർ ആയിക്കോളും. ഇതൊരു കളറ്. ഈ റൂമിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ കളറിൽ കുട്ടിക്ക് നല്ല സോഫ്റ്റ് വെൽവെറ്റാണ്. നല്ല ലെങ്ത്തുണ്ട്. സുഖമായിട്ട് സാധനം കയറ്റി വലിയ തലയണയാണെങ്കിൽ വെക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് തലയണയറ. ഇന്നിപ്പോൾ 650 സംതിങ് വന്നിരുന്നു. എനിക്ക് 590 രൂപയ്ക്ക് മൊത്തം കിട്ടി. തലയണ പില്ലോ കവർ അടക്കം കിട്ടി. ഇപ്പോൾ പില്ലോ കവർ തനിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിലൊരു 150 രൂപ വേണ്ടി വരും. ഈ ഒരു പില്ലോ കവറിന് 150 രൂപ, രണ്ടെണ്ണത്തിന് 300 രൂപയായി. ബാക്കി 700 രൂപയിൽ 400 രൂപ. അതും പാക്കിങ് ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ. നല്ല സാറ്റിൻ ക്ലോത്ത്. ഇപ്പോൾ മോളുടെ ഒരു റൂമിൻ്റെ സെറ്റപ്പ്. അവൾ വൈറ്റാണ് പ്രിഫർ ചെയ്തത്. ഞാനൊരു വാൾപേപ്പർ വാങ്ങിച്ച് വെച്ചിരുന്നു. അത് എടുത്ത് അവൾ ഇവിടെ ബോക്സ് പോലെ ചെയ്ത് വെച്ച് വാൾപേപ്പർ ഒട്ടിച്ച് പഴയ ഒരു ഡെസ്ക് പുതിയതാക്കി. ഇതിൻ്റെ കണ്ണിൻ്റെ മാസ്കാണ്. നമുക്ക് ഉറങ്ങുമ്പോൾ കണ്ണിലിട്ടുകൊണ്ട് കിടക്കാനായിട്ട്. ഇത് ചെറിയ വിലയുള്ളൂ, നല്ല സോഫ്റ്റ്. മിറർ. ഇത് 75 റുപ്പീസാണ്. ചെറിയ സൈസാണ്. അടുത്ത് വരുമ്പോൾ വലുതായിട്ട് ഇത്രയുള്ള സൈസ്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് അലമാരിയൊക്കെ ഞാൻ സ്ഥലം തിരിച്ച് വെച്ചു. വേറെ സ്ഥലത്തിലൊക്കെ വെച്ച് മാറ്റി വെച്ചു അലമാരിയൊക്കെ. ദേ ഇവിടെ ഒരു അലമാരിയും ഇവിടെ ഒരു അലമാരിയും. അതുകൊണ്ട് ഇവിടുത്തെ വെട്ടം ഇത്തിരി കുറഞ്ഞു. വെളിയിൽ നിന്നുള്ള വെട്ടം നല്ലവണ്ണം അടിക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ പകുതി അവളാക്കിയിട്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. ഫ്രണ്ടിലെ വ്യൂ കാണാൻ പറ്റും. സോ ഇതിൻ്റെ ഫുൾ ലെങ്ത്തിലുണ്ടായിരുന്ന ജനാല് ഞാൻ പകുതി അലമാരി വെച്ച് അടച്ചു. നമുക്ക് പിന്നെ കിടക്കാൻ കാലത്ത് മാത്രം രാവിലെ തുണി ഉണക്കാനോ മാത്രമേ വരുള്ളൂ. ഇതെൻ്റെ ഒരു ചെറിയ ഒരു സ്വിച്ച് ബോർഡ് സെറ്റപ്പ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബൊമ്മ ഉണ്ടായിരുന്നു, അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നൈറ്റ് ലാമ്പും കൂടെ കയറിയുമ്പോൾ രാത്രിയിൽ ഒരു യക്ഷിയുടെ ഒരു ഫീലിംഗ് വരും. പിന്നെ എക്സ്ട്രാ ഒരു കട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ തുണിയൊക്കെ മടക്കി വെക്കാനും പിന്നെ ഡ്രസ്സുകൾ എടുക്കുമ്പം ഒന്ന് ഇതിനകത്ത് വെച്ചിട്ട് പിന്നെ അടുക്കാനൊക്കെ ആയിട്ട്. ബെഡ്ഷീറ്റുകളൊക്കെ ദിവസം ഇപ്പോൾ ബെഡ്ഷീറ്റും തലാണവരെയൊക്കെ കഴുകി വെടുപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ബാഗ് അവിടെ നിന്ന് സാധനം കൊണ്ടുവന്നുള്ള ബാഗൊക്കെ എംറ്റി ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ വളപ്പെട്ടി ഇതെല്ലാം അടുക്കി പറക്കി വെക്കുന്നതാണ് ദിവസം എനിക്ക് ജോലി. ഇത് വാൾപേപ്പർ കണ്ടിരിക്കുമല്ലോ ആൾക്കാർ. വാൾപേപ്പർ ഞാൻ ചെറുതായിട്ടൊരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ചു. ഒരു വാൾപേപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനത് ചുമരിലൊട്ടാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആർക്കും അത് കറക്റ്റായിട്ട് അത് എനിക്ക് വന്നില്ല. എവിടെ ഒട്ടിക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അലമാരിക്കകത്ത് ഒട്ടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഷീറ്റ് മറ്റേ ബെഡ് കവറാണ്. ഇത് വാട്ടർ പ്രൊട്ടക്റ്റർ എന്ന് പറയുമ്പോൾ മാട്രസ് പ്രൊട്ടക്റ്റർ. ഇതിൽ വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ഇലാസ്റ്റിക് കോട്ട് പോലെ, റെയിൻ കോട്ട് പോലെ അകത്ത് വരും. പക്ഷെ നല്ല സോഫ്റ്റാണ്. ഒരു വെൽവെറ്റിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. പക്ഷെ മുകളിലൊരു റഗ് പോലെ കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ അതിൻ്റെ മാച്ചിങ് ആയിട്ട് 2 തലയണ. അത് ഇത്തിരി ലോ കോസ്റ്റിൽ ഞാൻ മേടിച്ചു. ഇതിനിപ്പോൾ ഒരു 500 രൂപ സംതിങ് ആയി എനിക്ക് മാട്രസ് പ്രൊട്ടക്റ്ററിന്. ഇപ്പം ഇതിന് വിരി വേണമെങ്കിൽ വിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിടാം. ഇതിപ്പോൾ എലാസ്റ്റിക് റൗണ്ട് എഡ്ജാണ്. ഇതിപ്പോൾ ഇത് നേവി ബ്ലൂ, ഇത് മെറൂൺ. താഴെ പിള്ളേർക്ക് പച്ച കളറും പിന്നെ ഒരു ആഷ് കളറിന് അവരുടെ റൂമിൻ്റെ കളർ അനുസരിച്ച് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ച കളറും. പച്ച എന്ന് വെച്ചാൽ ഒരു സോളിഡ് ഗ്രീനാണ്. ഇതുപോലത്തെ ഒരു മിലിറ്ററി യൂണിഫോം പോലത്തെ അങ്ങനെ ഒരു സോളിഡ് ഗ്രീൻ ഇല്ല, അതാണ്. പിന്നെ മോക്ക് ഒരു ആഷ് കളറിലും. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്.
ഇത് പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ബെഡ്ഷീറ്റ് ഭയങ്കര കളർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ബ്ലൂ ഒക്കെ ഉള്ളതാണ്, പിന്നെ പിങ്കും ഉണ്ട്. ഞാനിത് ബ്ലൂ ചൂസ് ചെയ്തു. ഈ ബെഡ്ഷീറ്റ് ഞാൻ നേരത്തെ വാങ്ങിച്ചതാണ്. പിന്നെ ടവലൊക്കെ ഞാൻ ഇതുണ്ട്, ലോങ് ടവലൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തു. ഒത്തിരി സാധനം. ഇപ്പോൾ ഇത് ഈ എട്ട് പെട്ടി രാസ ഇതും ഞാൻ വാങ്ങിച്ചതാണ്, അത്യാവശ്യം സാധനങ്ങളിട്ട് മൂടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ലോണ്ട്രി ബാഗായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കുറേ നാൾ മുമ്പ്, എന്തായാലും ഒരു 15 വർഷമായിട്ടുണ്ട്. ഞാൻ പിന്നെ ബെഡ്ഷീറ്റ്, തലയണ എന്തെങ്കിലും അത്യാവശ്യ സാധനം അതിനകത്തിട്ട് മൂടും, പിന്നെയും വീണ്ടും എടുത്ത് പുറത്തേക്ക് വയ്ക്കും, പിന്നെയും വീണ്ടും അതിനകത്തിട്ട് മൂടും. പിന്നെ ഇത് അലമാരി, ഇന്നത്തെ ദിവസം ഞാൻ അടുക്കി വെച്ച കച്ചേരിയാണ്. ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് മാറാനുള്ള ഡ്രസ്സുകൾ അർജൻറ്റായിട്ട്, ഇപ്പോൾ ആരെങ്കിലും പുറത്ത് ഒരാൾ വന്ന് നിൽക്കുന്നൊരു പെട്ടെന്നൊരു ഡ്രസ്സ് എടുക്കണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ടവല്, എൻ്റെ ഇന്നേഴ്സ് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. സപ്പോസ് ആരെങ്കിലും ഗസ്റ്റ് പെട്ടെന്ന് കയറി വരുവാണെങ്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടി സൗകര്യത്തിന് വെച്ചിരിക്കുകയാണ്. സോ ഇത് ഇഷ്ടപ്പെട്ടോ? ഇതൊരു സോളിഡ് മെറൂൺ കളർ. പിന്നെ മകൻ വന്നിട്ട് വേണ്ടിയിട്ട് കോഫി ബ്രൗൺ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ മാട്രസിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഈ മാട്രസ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. പക്ഷേ അത് റബ്ബർ പോലത്തെ, മോൻ അത്യാവശ്യത്തിന് വേണ്ടി ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറിയ തിക്നെസ്സാണ്. സോ പക്ഷേ ഇത് സിംഗിൾ കോട്ടിൻ്റെ മാട്രസ് കവർ ഇതിന് തികയുമായിരുന്നു. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി. ഇത് അത്തപ്പൂക്കളം, ഇത് നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഞാനിത് മാറ്റായിട്ട് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ആദ്യം ചവിട്ടുമായിരുന്നില്ല. ഇപ്പം കാല് ഇപ്പോൾ ടൈൽസിൽ നിൽക്കുമ്പോൾ കാല് വേദന എടുക്കുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഇതും ഇതുപോലെ ചെറിയൊരു സാധനമാണ്, 450 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. ആദ്യം എനിക്ക് നഷ്ടം എന്ന് തോന്നി, പക്ഷെ നല്ല വെയിറ്റ് താങ്ങും കേട്ടോ. ഇതുപോലത്തെ മാട്രസ്, ഇത് ഡോർ മാറ്റ് എന്ന് പറയും നമുക്ക്. ഈ ബാത്റൂമിലെ ആൻറ്റി സ്കിഡാണ്. ഇതിങ്ങനെ കാല് വെച്ചാൽ ഇങ്ങനെ നഴുവി പോകത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 3 ഒരുമിച്ച് മേടിച്ചു. അപ്പോൾ ബാഗ് ട്രാവലിന് വേണ്ടിയിട്ട് വരുമ്പോൾ നമുക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എംറ്റി ആയിട്ട് തന്നെ കിടക്കുന്നത് ഈ ബാഗ്സൊക്കെ. ഇതൊക്കെ നമുക്ക് 75 റുപ്പീസ് അങ്ങനെയുള്ള 125 രൂപ, 125 രൂപയുടെ സാധനമാണ്. പിന്നെ ഇതുപോലത്തെ പെട്ടികളൊക്കെ നമുക്ക് 6 അങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ച് കഴിഞ്ഞാൽ നല്ല വിലക്കുറവാണ്. ബോക്സസ് നമ്മൾ വളയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ നല്ല ഭംഗിയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ ഒരു സ്പൈറൽ, അതുപോലെ ഹെലിക്സ് പോലത്തെ സ്റ്റെപ്സ്, ഇതിപ്പോൾ അവിടെ കിട്ടുന്ന സ്ക്രൂസൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്യും. ഏത് സ്ക്രൂ എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് പെട്ടികൾ. പിന്നെ ബാക്കി പെട്ടികളൊക്കെ ഇതിനകത്ത് ഈ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പെട്ടികളൊക്കെ ഒത്തിരി അടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. താഴെയുണ്ട് മാലപ്പെട്ടികളൊക്കെ, കുറച്ച് കമ്മലുകളൊക്കെ, ഇതൊക്കെ ഞാൻ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം വരുന്നത്. പക്ഷേ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല. പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോൾ കയ്യിൽ കിട്ടുന്ന എടുത്ത് കാതിലിട്ടുകൊണ്ട് പോകും. കാരണം എപ്പോഴും ഞാൻ കമ്മലില്ലാണ്ടാണ് നടക്കാറ് പതിവ്. പെട്ടെന്ന് ഇറങ്ങാൻ കാലത്ത് ഇന്ന് കാത് ഓട്ടം മൂടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കിട്ടിയതെടുത്തിടും. ഇത് ഡോർ മാറ്റ് നല്ല കട്ടിയുള്ളതാണ്. ഇത് ജസ്റ്റ് ഒരു 250 രൂപയ്ക്കാണ്. നല്ല കട്ടിയുണ്ട്, റബ്ബർ മാറ്റ്. മുകളിൽ ചെറിയ തോതിൽ ക്ലോത്തും, ഇത് റബ്ബറാണ്. ഇത് നല്ല സാധനം, നല്ല കട്ടിയുണ്ട്, ബെസ്റ്റാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി. എന്നാലും ആ ഒരു ഇരുമ്പിൻ്റെ തുരുവും പിന്നെ പെയിൻ്റ് അടിച്ചതിൻ്റെയൊക്കെ മാർക്കുണ്ട്. 2-3 വട്ടം ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ കുറച്ചായിട്ട് അടിച്ചു വാരി മണ്ണും പൊടിയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ഫൈനലായിട്ട് കുറച്ച് തോർത്ത് വെച്ചിട്ട് നല്ല മണ്ണെണ്ണ കിട്ടിയാൽ നല്ല തുടച്ച് വിടണം, എന്നാലേ പഴയ കളർ കിട്ടുള്ളൂ. സ്റ്റിൽ നെല്ലിയില ഇപ്പോഴും വീണുകൊണ്ട് തന്നെയായിരിക്കുന്നത്. പക്ഷേ ഈ സീനറി കാണാൻ ഒരു ഭംഗിയല്ലേ. വാൾപേപ്പർ ഒട്ടിച്ചാൽ പോലും ഇത്രയും ഭംഗി കിട്ടുമോ? സോ ഇതിൻ്റെ ഓപ്പൺ ഇട്ടിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും ക്ലോസ് ചെയ്യും. പിന്നീട് ഗ്ലാസ് വർക്കാണോ അതോ മറ്റേ ഗ്രില്ല് പോലത്തെ ആണോ മെഷാണോ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഫൈനൽ ആൻസർ കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അത് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പിന്നെ അപ്പാപ്പൻ വരും. അപ്പാപ്പൻ ഒന്ന് ആഹാരം കഴിക്കാൻ 12 മണിക്ക് വരും. അപ്പോൾ ഈ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണ്. അപ്പോൾ താഴെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം.
എൻ്റെ അത്തപ്പൂക്കളം എനിക്ക് എവിടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് എത്രയും ആൾക്കാർ എപ്പോഴും എന്നെ വഴക്ക് പറയാറുണ്ട്, വെറുതെ ഇങ്ങനെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇതുപോലത്തെ ഈ കണ്ണാടി 10-20 കിട്ടിയായിരുന്നു, ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കെന്താണെന്ന് വെച്ചാൽ മുഖം കാണാൻ മാത്രമല്ല, ലൈറ്റ് ഇടുമ്പോഴുണ്ടല്ലോ നല്ല അതിൻ്റെ കൂടെ പ്രതിബിംബം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വിച്ച് ലൈറ്റ് ഇടുമ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് കണ്ണാടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫുൾ മിററായിട്ട് കിട്ടില്ല. ഇത് മിറർ സ്റ്റിക്കറാണ്, അധികം വെയിറ്റ് ഇല്ല. ഇതൊക്കെ കണ്ടില്ലേ, ഓരോന്നിലും ഓരോ ഫിഗർ അങ്ങനെ കാണാൻ പറ്റും, തുണ്ടായിട്ട്. ഓപ്പോസിറ്റിലുള്ള സാധനം ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഈ തൂണിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഡിസൈനിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൈറ്റ് ഇതിൻ്റെ പുറത്തടിക്കുകയാണെങ്കിൽ ചെറിയൊരു റിഫ്ലക്ഷൻ കിട്ടും, നമുക്ക് കൂടുതൽ പ്രകാശം കിട്ടും. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒട്ടിച്ചു, പക്ഷേ അതിൻ്റെ വെട്ടം അങ്ങനെ വലുതായിട്ടൊന്ന് കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, കാരണം ഇത് കറുത്ത തൂണാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തു. ഓക്കെ, മിറർ സ്റ്റിക്കർ ഇത് ഒരു പാക്കറ്റിൽ വന്ന സാധനമാണ്. ഞാൻ ഇത് ഇവിടെയും ഒട്ടിച്ച്, പിന്നെ ഇവിടെയും ഒട്ടിച്ച്, പിന്നെ തൽക്കാലം ഞാൻ ഒരു സഹകരണമില്ല, എല്ലാം ഒരു അപ്രിസിയേഷന് പകരം നമ്മളിങ്ങനെ എല്ലാവരും ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് മഞ്ഞ കളർ പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ, അതൊരു ഷെയ്ഡാണ് മൊത്തത്തിൽ. ഇത് മുകളിൽ ഒരു ഇല്യൂഷൻ ഫാക്ടർ, ഇതിന് നല്ല ചിലവാക്കിയിട്ടുണ്ട് അവർ ഈ ലൈറ്റിന് വേണ്ടിയിട്ട്. ജിപ്സം ബോർഡ്, പിന്നെ ദിവസം ഇത് വന്നിട്ട് ഒരു ടൈൽ, ഒരു വുഡൻ സ്റ്റൈലിലാണ് ഇരിക്കുന്നത് ഈ ടൈല്. എന്നാലും എപ്പോഴും ഡസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും എനിക്ക്, എപ്പോഴും ഡസ്റ്റ് ഒട്ടിക്കണ പോലെ. അപ്പം എന്നും ഞാൻ അടിച്ചു വാരിയിടും, പക്ഷേ കാലിലിങ്ങനെ പൊടി ഒട്ടിക്കണ പോലെ ഒരു തോന്നൽ വരും. അപ്പോൾ ഈ റൂമിൽ മാത്രം 3 ഫാനുണ്ട്, ഒരെണ്ണം ഇവിടെ. പിന്നെ തുണിയൊക്കെ ഉണക്കാനായിട്ട് എനിക്ക് പുറത്ത് സ്ഥലം കിട്ടിയതുകൊണ്ട് ഇവിടം ഞാൻ വിട്ടിരിക്കുന്നു. ആദ്യം ഇവിടെ 3 വരിയിൽ തുണിയൊക്കെ ഉണക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് ഉണക്കുന്നതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം ഇങ്ങനെ വെടുപ്പായിട്ട്. ഇപ്പോൾ നാളെ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ പോലും നമുക്ക് 2 കട്ടിലോ ഇനി എക്സ്ട്രാ ഇടാനുണ്ട് സ്ഥലമുണ്ട്. പക്ഷേ വെറും കട്ടിൽ മാത്രം ഇട്ടാലും ഒരു ഇതില്ല. എന്നാലും ഒരു ഗസ്റ്റുകൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സുഖമായിട്ട് കട്ടിലിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ബാത്റൂമുണ്ട്. പിള്ളേരൊക്കെ ഓഫീസിലും ഒക്കെ പോയിട്ടുണ്ട്. ഇനി തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്, ഡ്രസ്സുകളൊക്കെ അടുക്കി വയ്ക്കാനും മടക്കി വയ്ക്കാനും. ഇതൊക്കെയാണ് എൻ്റെ സമയം പോക്ക്. നല്ല നീറ്റായിട്ട് ഒതുക്കി വെച്ച് എല്ലാവർക്കും എല്ലാ സാധനവും കിട്ടുന്ന രീതിയിൽ മറിച്ച് വയ്ക്കും. ഞാൻ ഇന്ന് ഉൾട്ട എടുത്ത് വയ്ക്കും. ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ അടുക്കി വയ്ക്കും, പിന്നെ വീണ്ടും അത് അങ്ങനെ ഉൾട്ടായിട്ട് തിരിച്ച് വയ്ക്കും. എന്നാലേ പിള്ളേർക്ക് എല്ലാ ഡ്രസ്സും ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത വരുള്ളൂ. അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ടെട്രാ ബാഗുകളൊക്കെ ഞാൻ കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എനിക്ക് ട്രാവലിംഗ് അതായത് ഷിഫ്റ്റിംഗ് വളരെ ഈസി ആയത്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ബാഗിനകത്ത് ഞാൻ കവറിനകത്തൊക്കെ സാധനം വയ്ക്കുമ്പോൾ ടക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. ഇതുപോലത്തെ ആദ്യം തുടങ്ങിയത് ഇതായിരുന്നു, പിന്നെ ട്രാൻസ്പാരൻറ്റ് കവറ്, നല്ല കട്ടിയുണ്ട്. ഇതിപ്പോൾ 3 എണ്ണം, അപ്പോൾ ഒരെണ്ണത്തിന് ഒരു 75 റുപ്പീസ് അങ്ങനെ വില വരുന്നു. പക്ഷെ നല്ല സിബ്ബൊക്കെ ഉള്ളതാണ്, പ്രൊട്ടക്റ്റീവായിട്ട് അവിടെ ഇരുന്നോളും. നല്ല തയ്യൽ കൂലി വരുമല്ലോ. അപ്പം അങ്ങനെ ഇതുപോലെ കുറേ എണ്ണം ഉണ്ട്. തുണി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ബാഗാണ്, എല്ലാം ബാഗിനകത്താണ് ഡ്രസ്സുകളൊക്കെ വെച്ചിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിൽ തിരിച്ച് മറിച്ചൊക്കെ വെക്കാം. ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. പെട്ടെന്ന് എടുക്കണമെങ്കിൽ എടുക്കാം. എപ്പോഴും മടക്കി പറക്കി വയ്ക്കാൻ മാത്രമേ സമയമുള്ളൂ എനിക്ക്. ദിസ് ഈസ് മൈ ഷോർട്ട് വീഡിയോ വ്ളോഗ്. ഈ മാട്രസ് പ്രൊട്ടക്ടർ കൊള്ളാമോ?